കാൽപ്പനികതയുടെ ഋതുഭേദമായ മഴ മലയാളിക്കിന്ന് മരണഭീതിയാണ്. കാലാവസ്ഥയിലുണ്ടാവുന്ന മാറ്റവും മഴയുടെ അളവും പ്രവചനാതീതം. വയനാട് ഒരു തീരാ നോവായി ശേഷിക്കുമ്പോൾ 2001 നവംബർ 9 പ്രകൃതി രൗദ്രഭാവം പൂണ്ട അടയാളമുണ്ട് തിരുവനന്തപുരത്ത് അമ്പൂരിയിൽ. ആർത്തുപെയ്ത കർക്കിടകം വയനാടിനെ ഒരു മുറിവായി കുറിച്ചിടുകയാണ് മലയാളിയുടെ മനസ്സിൽ. 2001 നവംബർ 9 തിരുവനന്തപുരം അമ്പൂരിയോട് പ്രകൃതി ചെയ്തൊരു ചതിയുണ്ട്. 23 വർഷങ്ങൾക്കിപ്പുറം അമ്പൂരിയിലേക്ക് ഒരുപക്ഷെ പൂച്ചമുക്കിലെ CD തോമസിന്റെ വീട്ടിലന്ന് മകന്റെ കല്യാണ നിശ്ചയമല്ലായിരുന്നുവെങ്കിൽ അമ്പൂരി ഉരുൾപൊട്ടൽ ഒരു വലിയ ദുരന്തമായി മാറില്ലായിരുന്നു. മകന്റെ വിവാഹ നിശ്ചയ തലേന്ന് കോട്ടയത്ത് നിന്ന് ബന്ധുക്കളെല്ലാം വന്ന ഒരു ദിവസം കുരിശുമലയുടെ താഴെ നിന്നും തോമസിന്റെ വീട്ടിലെ സന്തോഷങ്ങൾക്കുമേൽ ആ ദുരന്തം ഒലിച്ചിറങ്ങി. 2001 നവംബർ 9 വൈകിട്ട് 8:45 ഇവിടെ ഉരുൾപൊട്ടിയത്. എൻ്റെ വീട്ടിൽ 25 പേരുണ്ടായിരുന്നെങ്കിൽ 24 പേരും മരിച്ചുപോയി. ഇതിന് തൊട്ട് പുറവശത്തായിട്ട് 4 വീടുണ്ടായിരുന്നു. 3 വീടിൽ ഒരു ഏറ്റവും മേളത്തെ വീട്ടിൽ അശോകൻ എന്ന് പറയും. അശോകൻ്റെ അമ്മ, കുഞ്ഞമ്മ, ഭാര്യ, പിള്ളേരെല്ലാം കൂടെ 7 പേരവിടെ. അത് കഴിഞ്ഞതിൻ്റെ തൊട്ട് താഴെ ടൈറ്റസ് എന്ന് പറയുന്ന ആളുടെ വീട്. അവിടെ ടൈറ്റസിൻ്റെ വീട്ടിൽ 4 പേരും മരിച്ചു. അത് കഴിഞ്ഞ് ഒരാൾ ഇവിടെ ഈ വീടിൻ്റെ തൊട്ട് പുറകിലായിട്ട് പ്രസേച്ചടത്തി എന്ന് പറയും. കടൽ കുത്തുന്ന ഇരുട്ടിൽ തലയുടെ മുകളിലേക്ക് എന്തോ ഭാരം വീണു. ചുറ്റും അലർച്ച മാത്രം. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കണ്ണു തുറക്കുമ്പോൾ ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടിരിക്കുന്നു. സംഭവം നടന്നൊരു 10 മിനിറ്റോളം ഒരു ഒച്ചയിട്ടെന്നൊക്കെ വിളിക്കുകയും കരയുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെ എന്നെ രക്ഷപ്പെടുത്തി. ഞാൻ ഒരാളെ രക്ഷപ്പെട്ടുള്ളൂ. എനിക്ക് ജീവനുണ്ടെന്ന് അവർ മനസ്സിലാക്കി എന്നെ ഈ അടിയിൽ നിന്ന് ഓരോ പിടി മണ്ണ് എൻ്റെ പുറവശത്ത് ഇങ്ങനെ കിടന്നു. അതെനിക്ക് ഓർമ്മയുണ്ട്. അപ്പം എൻ്റെ പുറകു സൈഡിൽ നിന്ന് ഓരോ പിടി മണ്ണ് വീതം വാരി മാറ്റി ഗ്യാപ്പുണ്ടാക്കി അടിയിലോട്ട് തള്ളിയിട്ട് വലിച്ചെടുത്തെന്നാണ് പറയുന്നത്. വലിച്ചെടുത്ത പിള്ളേർ അന്ന് വൈകുന്നേരം തുടങ്ങിയ മഴ 3 മണിക്കൂർ നിർത്താതെ പെയ്തു. ആകാശവും ഭൂമിയും വേർതിരിവില്ലാതെ ഇരുണ്ടുകൂടി. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇടിയും മിന്നലും തുടങ്ങി. മഴയെന്ന് വെച്ചാൽ അതിശക്തമായിട്ടുള്ള മഴ. അപ്പോഴത്തേക്ക് എല്ലാവരുടെയും വീട്ടിലെ കറണ്ടും പോയി, എല്ലാം പോയി. അങ്ങ് കുറ്റിട്ടായി. ഉടനെ എല്ലാവരും പേടിച്ച് കതവ് അടച്ച് വീട്ടിലിരിപ്പായി. ആരും പുറത്തില്ല. അത്ര ശക്തമായിട്ടുള്ള മഴയല്ലേ. അപ്പം അങ്ങനെ ഒരു വീട്ടിലും അനക്കമില്ല. കല്യാണ വീട്ടിലേക്ക് പോകാൻ വാശി പിടിച്ച് കരഞ്ഞ 4.5 വയസ്സുകാരനായ മകനെ ശാസിച്ചുറക്കിയതിനു ശേഷം പ്രാർത്ഥിക്കാനിരുന്ന സിസിലിയും കുഞ്ഞുങ്ങളും ആ ദുരന്തത്തിൽ നിന്നും അത്ഭുതപൂർവ്വമാണ് രക്ഷപ്പെട്ടത്. പേടിച്ച് വിറച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിങ്ങനെ കട്ടിലിരിക്കുകയായിരുന്നു. ഭയങ്കരമായിട്ടുള്ള ഒരു സൗണ്ട് കേട്ടു. അത് ഞാൻ ഓർത്തപ്പോൾ ഇടി വെട്ടിയതായിരിക്കും എന്നാണ് വിചാരിച്ചത്. അങ്ങനെ ആ സൗണ്ട് കേട്ട് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും എന്തൊക്കെയോ വന്ന് വീടിൻ്റെ പുറത്തേക്ക് വീഴുന്ന സൗണ്ടാണ് ഞാൻ കേൾക്കുന്നത്. അപ്പം ഞാൻ ഓർത്ത് മരങ്ങളും എല്ലാം ഇടി വെട്ടിയിട്ട് എൻ്റെ വീട്ടിൻ്റെ പുറത്തേക്ക് വീഴുന്നതാണ്. അല്ലെ വീട് ഇടിഞ്ഞ് വീടെന്ന് പറഞ്ഞ് ഞാൻ മുകളിലേക്കാണ് നോക്കുന്നത്. റൂഫിലേക്ക് നോക്കി ഇങ്ങനെ ആ റൂമിൽ അടിയിലിരിക്കുകയാണ്. അങ്ങനെ ഇരുന്നിട്ട് വീടൊന്നും ഇടിഞ്ഞ് വീഴുന്നില്ല. അപ്പോൾ ഇവിടെ നിന്നൊരു വിളി കേൾക്കുന്നു. ഈ CD ചേട്ടൻ്റെ വിളി കേൾക്കുന്നു. അയ്യോ അയ്യോ എന്നൊരു 3-4 പ്രാവശ്യം നിലവിളിച്ച്. അപ്പോൾ എനിക്ക് തോന്നി അവരുടെ വീട്ടിൽ ആണ് ഇടി വെട്ടി അവരുടെ വീടെല്ലാം പോയതാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇരുന്നിടത്ത് നിന്ന് പതുക്കെ എഴുന്നേറ്റ് ആ ജനലൊന്ന് തുറന്നു നോക്കിയപ്പം ഭയങ്കരമായിട്ടുള്ള പുകയും മഞ്ഞ് പോലെ. പിന്നെ ഈ വീടിൻ്റെ അവശിഷ്ടങ്ങളെല്ലാം ഇങ്ങനെ ആ ജനലിൻ്റെ ഞങ്ങളുടെ
വീടിൻ്റെ ജനൽ വരെ അങ്ങ് നിറഞ്ഞു കിടക്കുകയാണ്. ഇടിച്ചാരോ കൊണ്ട് ഇട്ടത് മാതിരി അങ്ങ് കിടക്കുകയാണ്. ഈ വന്ന് ഇറങ്ങിയെടുത്ത് ഇവരുടെ ഇവിടെ വന്നതിൽ ഏതോ ഒരു കൊച്ച് ഒരാൾ ചാടിയപ്പോഴത്തേക്ക് ആ കൊച്ചിൻ്റെ തല ഇങ്ങനെ പൊങ്ങി. ആ കുട്ടിയെ മാത്രമാണ് രക്ഷപ്പെടുത്തിയത്. രക്ഷാപ്രവർത്തനത്തിന് എത്തിയവർ കണ്ടത് ഹൃദയം തകരുന്ന കാഴ്ച. ഒരു മേഘവിസ്ഫോടനം പോലെയുള്ള മഴ ഞങ്ങളുടെ കുടപ്പനമൂട് പ്രദേശത്തുള്ള ഏല മുഴുവനും നിറഞ്ഞ് ഞങ്ങൾക്ക് റോഡിൽ കയറാൻ പറ്റാത്തൊരവസ്ഥയിൽ ഞാനും 6-7 പേരും ഉണ്ടായിരുന്നു ശാഖ കഴിഞ്ഞ് നിൽക്കുമ്പോൾ. ഇങ്ങനെ അവിടെ നിന്ന് റോഡിൽ കയറിയ സമയത്താണ് ഈ വിവരം അറിയുന്നത്. പോലീസ് ജീപ്പ് ചെറിപ്പാഞ്ഞു പോകുന്നു. അങ്ങനെ പനച്ചമൂട് ഷെറീഫിൻ്റെ കിറ്റാച്ചി കുടപ്പനമൂടിൽ എത്തിയ സമയത്താണ് ഈ വിവരം അറിയുന്നത്. ഞങ്ങൾക്ക് വരാൻ പറ്റുന്നില്ല. ആ കുടപ്പനമൂടിൽ നിന്നും പൊട്ടഞ്ചിറ കയറ്റമൊന്നും കയറി വരാൻ പറ്റുന്നില്ല. റോഡ് നിറയെ കല്ലും എല്ലാം ഇങ്ങനെ ഒലിച്ചു വരികയാണ്. അത്ര ഭയാനകമായ മഴയായിരുന്നു. 10 ദിവസക്കാലം ഇവിടെ നിന്ന് ഈ മരം ഇതിനെ വെട്ടിമാറ്റാനും കിറ്റാച്ചി മറിച്ച് അതിനകത്തുള്ള ബോഡി എടുക്കുവാനും പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയൊക്കെ കൂടെ സഹായത്തിൽ നമ്മളെല്ലാവരും സജീവമായിട്ട് ഈ പ്രദേശത്തുള്ള 100 കണക്കിന് ആൾക്കാർ സജീവമായിട്ട് ഇവിടെ നിൽക്കുകയാണ് ഉണ്ടായത്. പക്ഷേ ഒരു കുട്ടിയുടെ മാത്രമാണ് ജീവൻ മണ്ണിനടിയിൽ പോയി രക്ഷിക്കാൻ സാധിച്ചത്. ഭാഗ്യവശാലാണ് ഒരു കല്ല് വന്ന് ഈ CD-യുടെ പുറത്തിങ്ങനെ മറിഞ്ഞ് ചെവറിൽ ഇടിച്ച് അങ്ങനെ നിന്നതുകൊണ്ടാണ് CD-യും രക്ഷപ്പെട്ടത്. 23 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച ഒരു ദുരന്തത്തിന്റെ അടയാളമാണ് എനിക്ക് പിന്നിൽ കാണുന്ന ഈ മല. 10 അടി താഴ്ചയിൽ നിന്നും ചെളിയും മണ്ണും കലർന്ന ദ്രാവകം ജീവിതങ്ങൾക്കുമേൽ ഒലിച്ചിറങ്ങി. ഒരുപക്ഷെ എനിക്ക് പിന്നിൽ കാണുന്ന ഈ പാറയില്ലായിരുന്നുവെങ്കിൽ അമ്പൂരിയുടെ ഒരു ഭാഗം മുഴുവൻ ചെളി വിഴുങ്ങിയേനെ. ഇപ്പോഴും അതിന്റെ ഓർമ്മപ്പെടുത്തലുകളായി നീർച്ചാലുകൾ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. കേരളത്തിലെ പ്രധാന പരിസ്ഥിതിലോല മേഖലയിൽ ഇടം പിടിച്ചിരിക്കുന്ന സ്ഥലം കൂടിയാണ് അമ്പൂരി. നെയ്യാറിന്റെ ഇരുകരകളിലുമായി തലയുയർത്തി പിടിച്ചു നിൽക്കുന്ന സഹ്യപർവ്വത നിരകളിൽ ഇനി ഒരിക്കൽ കൂടി അമ്പൂരി ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് പ്രത്യാശിക്കാം. അന്ന് ഈ നെയ്യാർ കലുഷിതമായി ഒഴുകിയിട്ടില്ല. വൈകുന്നേരം മുഴുവൻ പെയ്ത മഴ മലയിൽ എവിടെയോ ഒരു ജലബോംബ് ഒളിപ്പിച്ചു വെച്ചു. ഒരുപാട് ജീവിതങ്ങൾ ഒഴുകിപ്പോയി. പിന്നീട് ഒരുപാട് കാലമെടുത്ത് അതൊന്ന് ഒരുക്കൂട്ടിയെടുക്കാൻ. ചിലരൊക്കെ ഇപ്പോഴും ആ ഓർമ്മയും പേറി ഇവിടെ ജീവിക്കുന്നുണ്ട്. ക്യാമറമാൻ വിച്ചു എൻ സായിക്കൊപ്പം ടിൻഡുദാസ്, ജനം, തിരുവനന്തപുരം.